നമസ്കാരം പ്രിയപ്പെട്ട കൂട്ടുകാരെ, എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് ഹാർദവമായി സ്വാഗതം. ഇന്ന് വൈകുന്നേരം ജോലി കഴിഞ്ഞ് വീട്ടിലേക്ക് കയറി വന്നപ്പോഴാണ് വിറകടുപ്പിൽ അമ്മ എന്തോ പാചകം ചെയ്യുന്നതായിട്ട് കണ്ടത്. അതെന്താണെന്ന് നോക്കി കഴിഞ്ഞപ്പോഴാണ് നല്ല ചെണ്ടമുറിയൻ കപ്പയാണ് കേട്ടോ. കപ്പ അങ്ങനെ കിടന്ന് കുമ്മാന്ന് തിളച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ കപ്പ ഇന്നലെ 4 കിലോ കപ്പ 100 രൂപയ്ക്ക് നമ്മൾ വാങ്ങിയതാണ്. 25 രൂപ 1 കിലോ വെച്ച്. നിങ്ങളുടെ നാട്ടിൽ കപ്പയ്ക്ക് ഇപ്പോൾ എത്രയാണ് വിലയെന്നൊന്ന് കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. ചെണ്ടമുറിയൻ കപ്പയ്ക്ക് നല്ല ബെസ്റ്റ് കോമ്പിനേഷനായിട്ട് നല്ല അടിപൊളി ചൂട മേടിച്ച് വെച്ചിട്ടുണ്ട്. പച്ചമീനൊക്കെ ഇപ്പം നല്ല വിലയാണ് കേട്ടോ. ഇപ്പം ചൂടമീനിന് 1 കിലോ 240 രൂപയ്ക്കാണ് നമ്മളിവിടെ മേടിച്ചിട്ടുള്ളത്. നമ്മൾ 1 കിലോ ഒന്നും വാങ്ങിയില്ല കേട്ടോ, 1/2 കിലോ ചൂടമീൻ മാത്രമേ മേടിച്ചിട്ടുള്ളൂ. ചൂടമീൻ തോരൻ വെക്കാനുള്ള പരിപാടിക്കായിട്ട് അതിന് വേണ്ടുന്ന ചേരുവകളൊക്കെ അമ്മ ഇങ്ങനെ ഒരു പ്ലേറ്റിലായിട്ട് എടുത്ത് വെച്ചിട്ടുണ്ട്. ആ ചേരുവകൾ ഞാൻ വരുന്നതിന് മുമ്പേ എല്ലാം ഒരു പ്ലേറ്റിലാക്കി മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. എന്നാലും നമുക്കറിയാവുന്ന പോലെ ആ ചേരുവകളൊക്കെ ഞാൻ പറഞ്ഞുതരാം. നമ്മൾ തേങ്ങാപ്പേരി ഇട്ടിട്ടുണ്ട്, പച്ചമുളക് ഇട്ടിട്ടുണ്ട്, കുടംപുളി ഇട്ടിട്ടുണ്ട്, ഉലുവാപ്പൊടി ഇട്ടിട്ടുണ്ട്. ഇപ്പോൾ വേണ്ടത് ഒരു അല്പം മഞ്ഞൾപ്പൊടി ഇട്ടിട്ടുണ്ട്. അതിൻ്റെ കൂട്ടത്തിൽ അല്പം കുരുമുളക് പൊടി ഇട്ടിട്ടുണ്ട്. 2 കഷ്ണം കൊച്ചുള്ളി അരിഞ്ഞത്, 2 കഷ്ണം ഇഞ്ചി, പാകത്തിനുള്ള ഉപ്പ്, ഇതെല്ലാം കൂടെ ചേർത്താണ് മീൻ പേര് ഉണ്ടാക്കാൻ പോകുന്നത്. അതിൻ്റെ കൂട്ടത്തിൽ 2 കറിവേപ്പില തണ്ടൂടെ അങ്ങനെ ഊരിയിട്ടിട്ടുണ്ട് അതിലേക്ക്. പിന്നെ കറിവേപ്പില തണ്ട് ഊരിയിട്ടതിന് ശേഷം അതിൻ്റെ ബാക്കി വന്ന തണ്ടുണ്ടല്ലോ അതും കൂടി ഇട്ടിട്ടുണ്ട്. ഇനി തേങ്ങാപ്പീരയും ഈ ബാക്കിയിട്ട സാധനങ്ങളെല്ലാം കൂടെ നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. സാധാരണ ഇത് നമ്മൾ കൈ കൊണ്ടാണ് മിക്സ് ചെയ്യുന്നത്. പച്ചമുളകിന് അല്പം എരിവായതുകൊണ്ട് സ്പൂൺ കൊണ്ടാണ് നമ്മളത് മിക്സ് ചെയ്തത്. പിന്നെ അതിൻ്റെ കൂട്ടത്തിൽ തന്നെയായിട്ട് ഒരല്പം മുളക് പൊടി ഇട്ടിട്ടുണ്ട് കേട്ടോ. നിങ്ങൾ കണ്ടില്ലേ, ഒരു 1/2 സ്പൂണ് മുളക് പൊടി ഇട്ടിട്ടുണ്ട്. മുളക് പൊടി വേണമെന്നുള്ളവർക്ക് മുളക് പൊടി ഇടാം. ചില സ്ഥലങ്ങളിൽ മുളക് പൊടിയൊക്കെ ഇടും. അപ്പം അമ്മയ്ക്ക് മുളക് പൊടി അല്പം വേണമെന്നാണ് നിർബന്ധം. അതുകൊണ്ടാണ് അമ്മ അല്പം മുളക് പൊടി ഇട്ടത്. മുളക് പൊടി ഇട്ടതിന് ശേഷം നല്ലതുപോലെ അത് മിക്സ് ചെയ്തിട്ടുണ്ട്. മിക്സ് ചെയ്തതിന് ശേഷം നല്ലതുപോലെ വെട്ടി വൃത്തിയാക്കി കഴുകി വെച്ചിരിക്കുന്ന ചൂടമീനിലേക്ക് നമ്മളിപ്പം ചേർത്ത് മിക്സ് ചെയ്തെടുത്ത, അതായത് കുഴച്ചെടുത്ത ആ ചേരുവകളെല്ലാം ചേർത്ത് ഇനി നല്ലതുപോലെ ഒന്ന് ഇളക്കിയെടുക്കണം. ഈ ചേരുവകളും മീനും എല്ലാം കൂടി നമ്മൾ മീൻ ഉടയാത്ത രീതിയിൽ കൈകൊണ്ട് വേണം ഇളക്കിയെടുക്കാനായിട്ട്. അമ്മയ്ക്ക് കൈ നീറുമെന്ന് പറഞ്ഞതുകൊണ്ട് അമ്മ ഇതും തവി കൊണ്ട് തന്നെയാണ് ഒന്ന് മിക്സ് ചെയ്തെടുക്കുന്നത് കേട്ടോ. സാധാരണ നമ്മൾ കൈ കൊണ്ട് ചെറുതായിട്ട്, അതായത് മീൻ ഉടഞ്ഞു പോകാത്ത രീതിയിൽ കൈ കൊണ്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. ഇനി വേണ്ടതെന്ന് പറഞ്ഞാൽ നമ്മൾ ഈ മിക്സിങ് റെഡിയാക്കി വെച്ച പാത്രത്തിലേക്ക് ഒരല്പം വെള്ളം അങ്ങോട്ട് ഒഴിച്ചിട്ട് മീൻ നകയ്ക്ക് വെള്ളം അങ്ങോട്ട് ഒഴിക്കുകയാണ്, ചട്ടി നകയ്ക്ക് വെള്ളം ഒഴിക്കുകയാണ് ചെയ്യുന്നത്. കൂടുതൽ വെള്ളം ഒഴിച്ച് പോകാതെ മീനൊന്ന് നകന്ന് കിടക്കണം. ആ പരുവത്തിനാണ് വെള്ളം ഒഴിച്ച് വെക്കുന്നത്. അങ്ങനെ നമ്മൾ റെഡിയാക്കിയെടുത്ത മീനും മസാലയും എല്ലാം കൂടെ മിക്സ് ചെയ്ത് വെള്ളം ഒഴിച്ച് അത് അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അടുപ്പത്ത് വെച്ച് അത് ഒന്ന് അടച്ച് വെച്ച് ഒരു 5-10 മിനിറ്റ് ഒന്ന് വേകാൻ വെച്ചു. ആ സമയത്തേക്ക് കണ്ടോ, ഈ ചൂടക്കകത്തുനിന്ന് ഒരു 5-6 അടിച്ച് മാറ്റി അന്ന് ഫ്രൈ ആക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. നമ്മുടെ പിള്ളേർക്ക് ചൂട വറുത്തത് ഭയങ്കര ഇഷ്ടമാണ്, അതിന് വേണ്ടിയിട്ട് എടുത്തതാണ്. അതിൽ നിന്ന് ഒത്താലൊരു 2 കഷ്ണം നമുക്ക് ഒന്ന് അടിച്ച് മാറ്റണം. അതിനിടയിൽ നമ്മുടെ ചൂടവിന് വെന്തിട്ടുണ്ട് കണ്ടോ, നല്ല തിളാന്ന് ചൂട തിളച്ച് വരുന്നുണ്ട്. ഇപ്പം തന്നെ നല്ല കുടംപുളിയുടെയും ആ മസാലകളുടെയൊക്കെ ഗന്ധം മൂക്കിലോട്ട്, അതിൻ്റെ മണം മൂക്കിലോട്ട് ഇങ്ങനെ അടിച്ച് കയറുന്നുണ്ട് കേട്ടോ. അമ്മ അല്പം ഉപ്പ് നോക്കാനായിട്ട് ഒരു സ്പൂണിനകത്തെടുത്ത് നമ്മുടെ കപ്പ റെഡിയായിട്ടുണ്ട്. കപ്പ റെഡിയാക്കി ഒരു പാത്രത്തിലെടുത്തിട്ടുണ്ട്. ഇനി അത് നമുക്ക് ആവശ്യമുള്ളത് ഒരു പ്ലേറ്റിലേക്ക് കൊണ്ട് കുടഞ്ഞിടുകയാണ് ചെയ്യുന്നത്. എല്ലാം കൂടെ കുടഞ്ഞിട്ടില്ല കേട്ടോ, എനിക്ക് ആവശ്യമുള്ളത് മാത്രം കുടഞ്ഞിട്ടുണ്ട്. പിന്നെ ആ അടുപ്പത്തിൽ നിന്ന് വാങ്ങിയെടുത്ത് നല്ല ചൂടുള്ള നല്ല ആവി പറക്കുന്ന മീൻ തോരൻ, അതായത് ചൂടത്തോരൻ ഇങ്ങോട്ട് ഒരു തവി ഇങ്ങോട്ട് കോരിയെടുത്തു. ഇത് കണ്ടപ്പോൾ തന്നെ എൻ്റെ പൊന്നോ നമ്മുടെ വായിൽ വെള്ളം വന്നു കേട്ടോ. ഇനി കൂടുതലൊന്നും ആലോചിക്കാനില്ല. നമ്മൾ പ്ലേറ്റിലേക്ക് എടുത്ത് വെച്ച ചെണ്ടമുറിയൻ കപ്പയിലേക്ക് ഒരു 2 തവി ചൂടത്തോരൻ അങ്ങോട്ട് കോരി ഇടുകയാണ്. കണ്ടില്ലേ, അങ്ങോട്ട് വെതറി അങ്ങോട്ട് ഇട്ടു. അതിൻ്റെ കൂട്ടത്തിൽ നമ്മൾ പിള്ളേരുടെ ചൂട വറുത്തതിന് 2 അടിച്ച് മാറ്റിയിട്ടുണ്ട് കേട്ടോ. അതും നമ്മുടെ ആ കപ്പയുടെ സൈഡിലോട്ട് അങ്ങനെ എടുത്ത് വെച്ചിട്ടുണ്ട്. സത്യം പറഞ്ഞാൽ ഇതുപോലൊരു കോമ്പിനേഷൻ വേറെ ഇല്ല കേട്ടോ. ചെണ്ടമുറിയൻ കപ്പയും മീൻ തോരനും അതിൻ്റെ കൂട്ടത്തിൽ സൈഡായിട്ട് 2 മീൻ വറുത്തതും ഉണ്ടെങ്കിൽ അടിപൊളി സംഭവം തന്നെ കേട്ടോ. ഇങ്ങനെ കഴിച്ചിട്ടുള്ളവരുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. നമ്മുടെ വീഡിയോ ഇഷ്ടമായാലും ഒന്ന് ലൈക്ക് ചെയ്യാൻ മറക്കരുത്. അതുപോലെ തന്നെ ആദ്യമായിട്ട് ചാനൽ കാണുന്ന കൂട്ടുകാർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. അടുത്ത വീഡിയോയിൽ ഉടൻ തന്നെ വരാം.